Very good morning, girls. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദി ഇഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ദ സ്കെൽറ്റൽ സിസ്റ്റമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ദ ലാസ്റ്റ് സിസ്റ്റം ഇൻ ദിസ് ചാപ്റ്ററാണ് ഇഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ദ മസ്കുലർ സിസ്റ്റം. ഓക്കെ, മസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ദ മസിൽസ് അല്ലേ, ഓരോരോ ഭാഗത്തും കാണുന്ന മസിൽസ്. അപ്പോൾ മസിൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ കുറേ കുഞ്ഞു കുഞ്ഞു ഫൈബേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ബിഫോർ ദാറ്റ് ഈ മസിൽസിൻ്റെ ആവശ്യം എന്താണുള്ളത്? മസിൽസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഓരോരോ പോസിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നു. നമുക്ക് ചെരിഞ്ഞ് നിൽക്കാൻ, വളഞ്ഞ് നിൽക്കാൻ, കുനിയാൻ, നിവരാൻ, അങ്ങനെ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മസിൽസ്. അതുപോലെ നമ്മുടെ ഭൂമിക്ക് ഗ്രാവിറ്റി ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ ഗ്രാവിറ്റിക്ക് എതിരെ കുറച്ച് എഫേർട്ട് ഇടുന്നത് കൊണ്ടാണ്. എഫേർട്ട് ഇടുന്ന ആളാരാ? നമ്മുടെ മസ്കുലർ സിസ്റ്റമാണ് എഫേർട്ട് മൊത്തം ഇടുന്നത്. എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ് നമുക്ക് നേരെ നിൽക്കാൻ, എഗൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കൗണ്ടർ ബാലൻസിങ് ആക്ട് ചെയ്യുന്നതും നമ്മുടെ മസ്കുലർ സിസ്റ്റമാണ്. പിന്നെ മസിൽസിൻ്റെ പ്രയോജനം എന്താ? എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് മസിൽസ് ആവശ്യമാണ് അല്ലേ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മസിൽസ് ദാറ്റ് വി ആർ ഏബിൾ ടു ട്രാൻസ്ഫർ ദ മെക്കാനിക്കൽ എനർജി ടു ദ ഔട്ടർ വേൾഡ് അല്ലേ. നമ്മുടെ സ്കെലറ്റൽ മസിൽസ്, പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേറെ മസിൽസ് ഉണ്ടല്ലേ. ഹാർട്ടിൻ്റെ അകത്ത് കാണുന്ന മസിൽസിൻ്റെ പേരാണ് കാർഡിയാക് മസിൽസ്. പിന്നെ ഇൻവോളണ്ടറി മസിൽസ് ഉണ്ട്. ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ലങ്സിലൊക്കെ കാണുന്നത്, അതായത് നമ്മുടെ വൈറ്റൽ ഓർഗൻസിൽ കാണുന്ന മസിൽസാണ്. നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അവിടെയൊക്കെ കാണുന്ന മസിൽസ്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അവിടെ ഇൻവോളണ്ടറിയാണ്. നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ടൈപ്പ് ഓഫ് മസിൽസിനെയാണ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് നമ്മൾ പറയുന്നു. സ്കെലറ്റൽ മസിൽസ് ഒരു പരിധി വരെ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന മസിൽസാണ്. വോളണ്ടറി മസിൽസാണ് അല്ലേ. നമുക്ക് നടക്കാൻ തോന്നുമ്പോൾ നമ്മൾ നടക്കുന്നു അല്ലേ, നമ്മുടെ കൺട്രോളിൽ നിൽക്കണം. നമുക്ക് അപ്പം തന്നെ നിൽക്കാൻ തോന്നുവാണ്, നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ തോന്നുവാണ്, വി ക്യാൻ കൺട്രോൾ ദ മൂവ്മെൻറ്റ്. പക്ഷെ ഹാർട്ടിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഓർഗൻസിൻ്റെ ചുറ്റുമുള്ള മസിൽസിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൻ്റെ അവിടെയുള്ള മസിൽസിൻ്റെ കാര്യത്തിലോ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇൻവോളണ്ടറി സെറ്റ് ഓഫ് മസിൽസാണ്. കാർഡിയാക് മസിൽസിന് ഓൾടുഗെദർ അതിന് വേറൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ കാർഡിയാക് മസിൽ എന്ന കാറ്റഗറിയിൽ വേറെയായിട്ട് ഇപ്പോഴത്തേക്ക് 3 മെയിൻ തരമാണ് മസിൽസ് ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് സ്കെലറ്റൽ മസിൽസിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം മസിൽസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ്? ഏതൊരു സെല്ലിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ പറഞ്ഞു കുറേ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലേ. ഈ ഓക്സിജൻ ഉപയോഗിക്കുകയും ന്യൂട്രിയൻസ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് കുറച്ച് ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അഥവാ ഈ പറഞ്ഞ ബയോ കെമിക്കൽ റിയാക്ഷൻസ്, ഓർ ഇൻ ഷോർട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് കെമിക്കൽ എനർജി റിലീസ് ചെയ്യുന്നു അല്ലേ. ATP എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയാണ്. റിയാക്ഷൻസ് ഒക്കെ നടന്ന് അവസാനം ആ സെല്ലിൽ ഉണ്ടാകുന്നത് ATP ആണ്, എനർജിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബയോ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ഓരോരോ സെല്ലും, പർട്ടിക്കുലർലി നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മസിൽ സെല്ലിൽ കെമിക്കൽ എനർജി റിലീസ് ചെയ്യുന്നു. ഈ കെമിക്കൽ എനർജീനെ ഒരു മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് നമ്മുടെ മസിൽ സെൽസ് ചെയ്യുന്നത്. മസിലിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ഉണ്ടാക്കിയെടുത്ത ATP എന്ന കെമിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കി മസിൽ സെൽസിൻ്റെ ഉള്ളിൽ വെച്ച് മാറ്റുന്നു. ആ മെക്കാനിക്കൽ എനർജി ഉണ്ടാവുന്നത് കൊണ്ടാണ്, അഥവാ മെക്കാനിക്കൽ എനർജിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, കെമിക്കൽ എനർജി
നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്കത് പുറമേ ഒരു വർക്കായിട്ട് വിസിബിൾ ആവുന്നത്. ഓക്കെ, ഫൈൻ. ദാറ്റ് ഈസ് ഹൗ എ വർക്ക് ഇസ് ബീയിങ് ഡൺ. ഇനി നമ്മുടെ ബോഡിയിൽ പലതരം മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോന്നിനും അതിൻ്റേതായ പർട്ടിക്കുലർ ജോബുണ്ട്. ഓൾ ടുഗെദർ നമ്മുടെ ബോഡിയിൽ മൊത്തം മസിൽസ് എത്രയുണ്ടെന്ന് നോക്കിയാൽ, മൊത്തം എല്ലാ ഭാഗത്തായിട്ട് മസിൽസിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂട്ടി നോക്കിയാൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 40% മസിൽ വെയ്റ്റായിട്ട് പോകും. ബോഡി മസിൽസിൻ്റെ വെയ്റ്റായിട്ട് പോകുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കണക്ക് പറയുന്നത്. ഇനി ഓൺ ടു ദ സ്ട്രക്ചർ. നിങ്ങൾക്ക് ഈ പടം കാണാൻ പറ്റുന്നുണ്ടോ? കാര്യമായിട്ടൊന്നുമില്ല, ഒരു സർക്കിളാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ തിരിച്ചു കാണിക്കാം. Are you able to see this? This represents this big circle. This represents the muscle. ഒരു സിംഗിൾ മസിലിനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ വലിയ സർക്കിൾ. ഓരോ മസിലിൻ്റെ ഉള്ളിലും വേറെ ചെറിയ ചെറിയ മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഈ സർക്കിൾസ് ഡിനോട്ട് ചെയ്യുന്നത് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ ഒരു മസിലിൻ്റെ ഉള്ളിൽ നിറയെ മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഓക്കെ, മസിൽ ഫൈബറിനെ കവർ ചെയ്യുന്ന ഈ സർക്കിളിൻ്റെ പേരാണ് മസിൽ ഫൈബർ ബണ്ടിൽ. ഓക്കെ, അപ്പോൾ ഔട്ടർമോസ്റ്റ് സർക്കിളിനെ വിളിക്കുന്നത് മസിൽ. നമ്മൾ പറയപ്പെടുന്ന മസിലാണ് ഈ ഔട്ടർമോസ്റ്റ് സർക്കിൾ. അതിൻ്റെ ഉള്ളിൽ കുറേ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആൻഡ് ബണ്ടിൽസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കാണുന്ന ബണ്ടിൽസിൻ്റെ പേരാണ് മസിൽ ഫൈബർ ബണ്ടിൽ. ഈ മസിൽ ഫൈബർ ബണ്ടിൽ എൻക്ലോസ് ചെയ്യുന്നത് മസിൽ ഫൈബേഴ്സിനെയാണ്. മസിൽ ഫൈബർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയും ചെറിയ സർക്കിൾസിനെ അല്ലെങ്കിൽ സ്ട്രിപ്സിനെ, ഇത് ഞാൻ ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനത്തിനെ വട്ടം മുറിച്ചാലുള്ള അവസ്ഥയാണ്, ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്. മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ നിറയെ ചെറിയ ബണ്ടിൽസ് കാണാം. അതിനെയാണ് മസിൽ ഫൈബർ ബണ്ടിൽ എന്ന് വിളിക്കുന്നത്. ഈ ബണ്ടിൽ എന്താണ്? ബണ്ടിലിൻ്റെ ഉള്ളിൽ എന്താ കാണുന്നത്? ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മസിൽ ഫൈബർ ബണ്ടിലിൻ്റെ ഉള്ളിൽ കുറേ മസിൽ ഫൈബേഴ്സ്, ഈ ചെറിയ സർക്കിൾസ്. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കാണുന്ന ചെറിയ സർക്കിൾസ്, അതാണ് മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ പിന്നെയും ഒരു കറുത്ത കുത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? കുഞ്ഞ് സ്മോൾ ബ്ലാക്ക് ഡോട്ട്സ്, അതാണ് മയോഫൈബ്രിൽസ്. ഓക്കെ, ഔട്ടർമോസ്റ്റ് മസിലിൻ്റെ ഉള്ളിൽ കുറേ മസിൽ ഫൈബർ ബണ്ടിൽസ് ഉണ്ട്. മസിൽ ഫൈബർ ബണ്ടിലിൻ്റെ ഉള്ളിൽ ചെറിയ സർക്കിൾസായ മസിൽ ഫൈബേഴ്സ് കാണുന്നുണ്ട്. ആ മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് സ്പോട്ട്സ് കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഡിനോട്ട് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് സ്പോട്ട് എന്ന് പറയുന്നേ ഉള്ളൂ. ആ ബ്ലാക്ക് സ്പോട്ട്സ് ആണ് മയോഫൈബ്രിൽസ്. ഇനി അതിൻ്റെ ഉള്ളിൽ പിന്നെയും കുഞ്ഞ് ഫിലമെൻറ്റ്സ്, നേരിയ ഫിലമെൻറ്റ്സ് കാണാം. അവരുടെ പേരാണ് മയോഫിലമെൻറ്റ്സ്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഞാനിവിടെ ഒന്നുകൂടെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ടർമോസ്റ്റ് ഒരു മസിലാണ് ഈ കാണിച്ചേക്കുന്നത്. ഔട്ടർമോസ്റ്റ് എന്താണ്? ഇത് ഫുൾ ഓൾ ടുഗെദർ ഇതിനെ വിളിക്കുന്നതാണ് മസിൽ എന്ന്. മസിലിൻ്റെ ഉള്ളിൽ കുഞ്ഞ് മസിൽ ഫൈബർ ബണ്ടിൽസ് ഉണ്ട്. ഒരു മസിൽ ഫൈബർ ബണ്ടിലിനെ ഒന്ന് ക്ലോസപ്പ് വ്യൂ, നമ്മൾ ഒരു ബണ്ടിലിനെ ക്ലോസപ്പ് വ്യൂ നോക്കുവാണേ. ബണ്ടിലിൻ്റെ ഉള്ളിൽ ഇവിടെ തന്നെ നമുക്ക് കാണാം മസിൽ ഫൈബർ കാണുന്നുണ്ട് അല്ലേ? മസിലിൻ്റെ ഉള്ളിൽ കുറേ മസിൽ ഫൈബർ ബണ്ടിൽസ് ഉണ്ട്. ഒരു മസിൽ ഫൈബറിൻ്റെ ഉള്ളിൻ്റെ ക്ലോസപ്പ് വ്യൂ ആണിത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് മസിൽ ഫൈബേഴ്സ് കാണാം. മസിൽ ഫൈബർ ബണ്ടിലിൻ്റെ ക്ലോസപ്പ് വ്യൂ ആണ് ഇത്. മസിൽ ഫൈബർ ബണ്ടിലിൻ്റെ ഉള്ളിൽ കുറച്ച് കുഞ്ഞു സർക്കിൾസ് കാണുന്നുണ്ട്. ആ കുഞ്ഞു സർക്കിൾസിൻ്റെ പേരെന്താണ്? മസിൽ ഫൈബർ എന്നാണ് പറയുന്നത്. ആ മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ബ്ലാക്ക് സ്പോട്ട്സ് കണ്ടോ? ആ കുഞ്ഞ് ബ്ലാക്ക് സ്പോട്ട്സിൻ്റെ പേരെന്താണ്? മയോഫൈബ്രിൽ എന്നാണ് പറയുന്നത്. ഈ കുഞ്ഞു ബ്ലാക്ക് സ്പോട്ട്സിൻ്റെ പേര് മയോഫൈബ്രിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വീണ്ടും നമ്മൾ ക്ലോസപ്പ് വ്യൂവിന് പോവുകയാണ്. എന്തിൻ്റെ ക്ലോസപ്പ് വ്യൂ ആണ്?
മസിൽ ഫൈബർ, ഈ സർക്കിൾ മസിൽ ഫൈബർ വിത്ത് മയോ ഫൈബറിൻ്റെ ക്ലോസപ്പ് വ്യൂവിന് പോവുകയാണ്. ആ ക്ലോസപ്പ് വ്യൂവിന് പോകുമ്പോൾ എന്താ കാണുന്നത്? എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്? ഇതിലെ ഔട്ടർമോസ്റ്റ് സർക്കിൾ ഇറ്റ് ഷോസ് വാട്ട്? മസിൽ ഫൈബർ. അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞു സർക്കിളായ മയോഫൈബ്രിലിൻ്റെ ഉള്ളിലുള്ള കൊച്ചു ഡോട്ട്സായ മയോ ഫിലമെൻറ്റ്സ്. ഓക്കെ, ഇപ്പം നമ്മുടെ മസിൽസിൽ 2 തരം ഫിലമെൻറ്റ്സ് ഉണ്ട്. ഏറ്റവും ഉള്ളിലത്തെ കുഞ്ഞ് സ്ട്രിപ്സിനാണ് മയോ ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സീക്വൻസ് മനസ്സിലായോ? മസിൽസ്, അതിൻ്റെ ഉള്ളിൽ മസിൽ ഫൈബർ ബണ്ടിൽ, അതിൻ്റെ ഉള്ളിൽ മസിൽ ഫൈബേഴ്സ്, അതിൻ്റെ ഉള്ളിൽ മയോഫൈബ്രിൽസ്, അതിൻ്റെ ഉള്ളിൽ മയോഫിലമെൻറ്റ്സ്. ഈ മയോഫിലമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞ് 2 തരം മയോഫിലമെൻറ്റ്സ് നമ്മുടെ മസിൽസിൽ കാണുന്നുണ്ട്. ദേ ആർ നോൺ ആസ് ദി ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ്. ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ്. അതിൽ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് തിൻ ഫിലമെൻറ്റ്സ് ആണ്, കട്ടി കുറഞ്ഞ ഫിലമെൻറ്റ്സ് ആണ്. മയോസിൻ ഫിലമെൻറ്റ്സ് തിക്ക് ഫിലമെൻറ്റ്സ് ആണ്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മസിൽ ഫൈബറിൻ്റെ ഒരു ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ഉള്ളൊരു ഷേപ്പ് ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇനി ഓരോ മസിൽ ഫൈബറിലും ഇങ്ങനെ കുറേ ഫൈബേഴ്സ് ഉണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നെർവ്സും ഉണ്ട്. ഇറ്റ് ഈസ് ഇന്നവേറ്റഡ് ബൈ നെർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. മസിലിൻ്റെ ഉള്ളിൽ നെർവ് സപ്ലൈയും ഉണ്ടാവും, ബ്ലഡ് സപ്ലൈയും ഉണ്ടാവും. ഓക്കെ, അതുകൂടി നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഡ്യൂറിങ് എക്സസൈസ് എന്താ സംഭവിക്കണേ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞു ആക്റ്റിനും മയോസിനും ഫിലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഏറ്റവും ഉള്ളിലത്തെ കുഞ്ഞു നേർന്ന ഫിലമെൻറ്റ്സ് ആണ് ഈ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സ്. ഇത് കണ്ടോ? ഇത് ഈ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് മസിലിൻ്റെ ഉള്ളിലെ. ഓക്കെ, ഒരു സ്ട്രിപ്പ് ഓഫ് മസിൽ നമ്മൾ മുറിച്ചിരിക്കുക എന്നിരിക്കട്ടെ. ഒരു നീണ്ട കഷ്ണം നമ്മൾ മുറിച്ചിരിക്കുക മസിലിൻ്റെ. അതിൻ്റെ ഉള്ളിൽ ആക്റ്റിനും മയോസിനും എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണേന്നാണ് ഇതിൽ നമ്മൾ കാണുന്നത്. കണ്ടോ? ഇടയ്ക്കിടയ്ക്ക് എ ബാൻഡ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇച്ചിരി നല്ല കട്ടിക്ക് വരച്ച് വെച്ചേക്കുന്ന ഭാഗം എ ബാൻഡ്. ഇടയ്ക്കിടയ്ക്ക് എ ബാൻഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് പോർഷൻ കാണിച്ചിട്ടുണ്ട്, ഐ ബാൻഡ്. ഇപ്പോൾ ഡാർക്കായിട്ടുള്ള സ്ഥലം എ ബാൻഡ്, ലൈറ്റായിട്ടുള്ള സ്ഥലം ഐ ബാൻഡ്. ഈ ഐ ബാൻഡിൽ നടുവിലൂടെ പോകുന്ന ഒരു മിഡ് ലൈൻ്റെ പേരാണ് സെഡ് ലൈൻ. വേറൊന്നുമല്ല, അതും ഒരു അവിടെ ഫിലമെൻറ്റ്സ് ഉള്ള ഒരു ഭാഗമാണ്. അവിടെ ഇച്ചിരി ഡാർക്കർ പോർഷൻ ആയതുകൊണ്ടാണ് അതിന് വേറൊരു പേരിട്ട് വിളിക്കുന്നത് സെഡ് ലൈൻ. ഇപ്പം 2 സെഡ് ലൈൻ, ഇവിടെ ഒരു സെഡ് ലൈൻ, 2 സെഡ് ലൈൻ തമ്മിലുള്ള ഈ ഗ്യാപ്പില്ലേ, 2 സെഡ് ലൈൻ തമ്മിലുള്ള ഈ ഒരു ഇൻ്റർവൽ, ഈ ഒരു പോർഷനെയാണ് നമ്മളൊരു സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. SARCOMER, സാർക്കോമിയർ എന്ന് വിളിക്കുന്നത്. സാർക്കോമിയർ ആണ് നമ്മുടെ ഒരു മസിൽ സെല്ലെടുത്താൽ അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സാർക്കോമിയർ ആണ്. സാർക്കോമിയർ, ഐ വിൽ ജസ്റ്റ് റൈറ്റ് സാർക്കോമിയർ. സാർക്കോമിയർ. ഓക്കെ, സാർക്കോമിയർ എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ മസിൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ 2 സെഡ് ലൈനുകൾ തമ്മിലുള്ള ഈ സിഗ്സാഗ് പോലെ വരച്ചേക്കുന്ന 2 സൈഡിലുള്ള അതാണ് സെഡ് ലൈൻസ്. അത് തമ്മിലുള്ള ആ ഒരു പോർഷൻ ഇൻ ബിറ്റ്വീൻ ദ 2 സെഡ് ലൈൻസ് ഇസ് നോൺ ആസ് സാർക്കോമിയർ. ഇവിടെയാണ് നമ്മുടെ എല്ലാവിധ മസിലിൻ്റെ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ്, കോൺട്രാക്ഷൻ നടക്കുമ്പോൾ ഇവിടെയാണ് അതിന് ഇഫക്റ്റ് വരുന്നത്, ഈ സെഡ് ലൈനിൻ്റെ ഭാഗത്ത്. എന്താണ് സംഭവിക്കുന്നത്? ആദ്യം തന്നെ എ ബാൻഡിൽ എന്താ ഉള്ളതെന്നൊന്ന് നോക്കിക്കേ. ഡാർക്ക് ലൈൻസ് അടയാളപ്പെടുത്തിയേക്കുന്നത് കണ്ടോ? ഡാർക്ക് ലൈൻസ് മയോസിൻ ഫിലമെൻറ്റ്സിനെ സൂചിപ്പിക്കുന്നു.
ലൈറ്റ് ലൈൻസ് അടയാളപ്പെടുത്തിയേക്കുന്ന ആക്റ്റിൻ ഫിലമെൻറ്റ്സിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, എ ബാൻഡിലാണെങ്കിൽ 2 ടൈപ്പ് ഫിലമെൻറ്റും ഉണ്ട്. ആക്റ്റിനും ഉണ്ട്, മയോസിനും വേറെയും ഫിലമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ആക്റ്റിനും മയോസിനും മാത്രമല്ല വേറെ ഫിലമെൻറ്റ്സും ഉണ്ട്. അതിൻ്റെയൊക്കെ അളവ് ഇച്ചിരി കുറവായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് അത്ര അറിയേണ്ട കാര്യമില്ല. മെയിനായിട്ട് ആക്റ്റിനും മയോസിനും ഫിലമെൻറ്റ്സാണ് ഉള്ളത്. എ ബാൻഡിൽ തിക്ക് ഫിലമെൻ്റായ മയോസിൻ ഉള്ളതുകൊണ്ട് ഈ ഭാഗം നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഇരുണ്ടിട്ടായിരിക്കും ഇരിക്കണം. ഈ ഭാഗം നോക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഈ ഭാഗം നോക്കുമ്പോഴത്തേക്കും ഇച്ചിരി ലൈറ്റർ ഷെയ്ഡിലായിരിക്കും അത് കാണുന്നത്, ഇരുളിമ കുറവായിരിക്കും. കാരണം എന്താ, അവിടെ മയോസിൻ എന്ന് പറഞ്ഞ ഫിലമെൻ്റ് ഇല്ല, ആക്റ്റിൻ മാത്രമേ ഉള്ളൂ, ലൈറ്റ് ഫിലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൈറ്റർ ഷെയ്ഡായിരിക്കും. ഇവിടെ ഡാർക്ക് കളറായിരിക്കും, ഇവിടെ ലൈറ്റ് കളറായിരിക്കും. ഡാർക്ക് കളറുള്ള ഭാഗങ്ങൾക്ക് അനൈസോട്രോപ്പിക് ബാൻഡ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയുന്നത് എ ബാൻഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൻഡ് ലൈറ്റ് ഷെയ്ഡുള്ള ബാൻഡിനെ നമ്മൾ ഐ ബാൻഡ്, ഐസോട്രോപ്പിക് ബാൻഡ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഒന്നിടവിട്ട് എന്ന രീതിയിലാണ് നമ്മുടെ മസിലിൽ ഇതിനെ ആക്റ്റിൻ മയോസിൻ ഫിലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഐ ബാൻഡിൻ്റെ നടുവിലുള്ള റീജിയൻ ഇച്ചിരി ഡാർക്കിൻ്റാണ്, അവിടെ മാത്രം ഇച്ചിരി ഡാർക്ക് കളർ കാണാം. അതിനെയാണ് സെഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. 2 സെഡ് ലൈൻ തമ്മിലുള്ള ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സാർക്കോമിയർ വിളിക്കുന്നത്. ഈ സാർക്കോമിയറാണ് ഒരു മസിലിൻ്റെ ആക്റ്റീവ് റീജിയൻ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സാർക്കോമിയറാണ്. അവിടെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം കോൺട്രാക്ഷൻ നടക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, കോൺട്രാക്റ്റ് ചെയ്യുമല്ലോ, മസിൽസ് കോൺട്രാക്റ്റ് ചെയ്യും റിലാക്സ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പോൾ കൈ ചുരുക്കുവാണെന്നിരിക്കട്ടെ, നമ്മുടെ കൈ മുട്ട എൽബോ മടക്കി നമ്മൾ കൈ ഒന്ന് പൊക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ 2 സെറ്റ് ഓഫ് മസിൽസ് അതിൽ ഇൻവോൾവ് ആവും അല്ലേ. മുട്ടിൻ്റെ മുകളിലൊരു സെറ്റ് മസിൽസ് ഉണ്ട്, നമ്മുടെ കൈമുട്ട് കഴിഞ്ഞൊരു സെറ്റ് മസിൽസ് ഉണ്ട് ഇല്ലേ. 2 സെറ്റ് മസിൽസ് ഉണ്ട്. അതിൽ ഒരു സെറ്റ് മസിൽ ചുരുങ്ങണം, അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മറ്റേ സെറ്റ് മസിൽസ് റിലാക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആക്ഷൻസ് ആയിരിക്കും ഓരോ സെറ്റ് മസിൽസും പെർഫോം ചെയ്യുന്നത്. ഒരു സെറ്റ് മസിൽ ചുരുങ്ങിയാൽ മറ്റേ സെറ്റ് മസിൽ റിലാക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? അതാണ് മസിൽസിൻ്റെ ഒരു ആക്ഷൻ. നൗ വാട്ട് ഈസ് ഹാപ്പനിങ്, കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡാർക്ക് ലൈൻസ് ഉള്ള സ്ഥലമാണ് എ ബാൻഡ്. ഡാർക്ക് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? തിക്ക് ഫിലമെൻ്റായ മയോസിനെ സൂചിപ്പിക്കുന്നു. കോൺട്രാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ആ ലൈറ്റ് കളർ ഐ ബാൻഡിൻ്റെ ഒരു വിഡ്ത്ത് നോക്ക്, ഇവിടുത്തെ വിഡ്ത്ത് നോക്ക്, ഇവിടെ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കോൺട്രാക്ഷൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും എത്രത്തോളം ഐ ബാൻഡ് കുഞ്ഞിതായി എന്നുള്ളത്. അങ്ങനെയാണ് കോൺട്രാക്ഷൻ നടക്കുന്നത്. എങ്ങനെയാണ് കോൺട്രാക്ഷൻ നടക്കണമെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഇവിടെയുള്ള മയോസിൻ ഫിലമെൻറ്റ്സ് ഇല്ലേ, തിക്ക് ഫിലമെൻറ്റ് ഈ ഐ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഷ്രിങ്ക് ചെയ്ത് കയറും. ഓക്കെ, ഇവിടെയുള്ള തിക്ക് ഫിലമെൻറ്റ്സ് ഐ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വലിഞ്ഞു കയറും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മയോസിൻ എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്ന മയോസിൻ എന്ന് പറഞ്ഞ ഫിലമെൻറ്റിന് ഒരു ഹെഡുണ്ട്, ഒരു കൊളുത്ത് പോലത്തെ സ്ട്രക്ചറുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് അതിന് കൊളുത്ത് പോലത്തെ സ്ട്രക്ചറുണ്ട്. അതിൻ്റെ കൊളുത്ത് പോയി ഈ നടുക്കിരിക്കുന്ന ഇവിടെ എന്താ ലൈറ്റ് ബാൻഡിൽ കാണുന്ന ആക്റ്റിനാണ് കാണുക. ആക്റ്റിൻ മാത്രമേ അവിടെ ഉള്ളൂ. ആക്റ്റിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് പോയി കൊളുത്തി പിടിച്ചിട്ട് ആക്റ്റിൻ അതിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? അങ്ങനെയാണ് ഈ ഐ ബാൻഡിൻ്റെ ഷോർട്ടണിങ് നടക്കണം. അഥവാ മൊത്തത്തിൽ സെഡ് ബാൻഡ് നോക്കിയാൽ ഇവിടെ നോക്കിയേ, ഇവിടെയായിരുന്നു സെഡ് ലൈൻ വരേണ്ട റീജിയൻ ഇവിടെയല്ലേ. ഞാൻ ഐ എം ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് വൺസ് അഗൈൻ, ഇച്ചിരി ഇങ്ങനെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഐ എം ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് വൺസ് അഗൈൻ. ഓക്കെ, ഇത് സെഡ് ലൈൻ, ഇവിടെയും കോൺട്രാക്ഷൻ നടന്നിരിക്കട്ടെ. ഇതാ 2 സെഡ് ലൈൻ തമ്മിലുള്ള റീജിയനാണ് നമ്മൾ എന്ത് പറയണത്, സാർക്കോമിയർ എന്ന് പറയുന്നത്. അത് ഉള്ളിലേക്ക് വലിയുമ്പോഴത്തേക്കും വാട്ട് ഈസ് ഹാപ്പനിങ്,
കോൺട്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കോൺട്രാക്ഷനാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഒരൊറ്റ സെറ്റിൻ്റെ ഇങ്ങനെ നടക്കത്തില്ല. ഇത് നിങ്ങൾക്ക് വിഷ്വലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി അടുത്തടുത്ത് വരച്ചു എന്നേ ഉള്ളൂ. ആക്ച്വലി എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു സ്ഥലത്ത് കോൺട്രാക്ഷൻ നടന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തെ സ്ഥലത്ത് റിലാക്സ് ചെയ്തേ പറ്റത്തുള്ളൂ. അതെന്താ അങ്ങനെ? മൊത്തത്തിലുള്ള ലെങ്ത്തിന് മാറ്റം വരുന്നുണ്ടോ? ഇല്ല. ഇപ്പം നമ്മുടെ കയ്യിലെ ഒരു മസിൽ എടുക്കാമെന്നിരിക്കട്ടെ, മൊത്തം അതിന് 5 മീറ്ററാണ് ലെങ്ത് എന്നിരിക്കട്ടെ. അതിൻ്റെ ഒരു കഷ്ണം കോൺട്രാക്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ 5 മീറ്റർ എന്നുള്ളത് 3 മീറ്ററായിട്ട് കുറയ്ക്കാൻ വല്ല നിവൃത്തിയുണ്ടോ? ഇല്ല, അത് പറ്റില്ല. അങ്ങനെ മൊത്തത്തിലുള്ള ഷോർട്ടനിങ് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ്, ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ ഇത് 5 ആണെന്നിരിക്കട്ടെ, 5 നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാല്ലേ, അതിൻ്റെ ഡിവിഷൻ മനസ്സിലാക്കാൻ പാടാം. ഓക്കെ, വിൽ ഡു വൺ തിങ്. ഇത്രയും ഭാഗം 3 മീറ്റർ 3 മീറ്റർ 3 മീറ്റർ, ഇത്രയും ഭാഗം 3 3 ഈച്ച്. ഇത് 3, ഇത് 3, ഇത് 3, ഇത് 3. അങ്ങനെയാണ് ഒറിജിനലി അതിൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. 3 മീറ്റർ 3 മീറ്റർ 3 മീറ്ററാണ് ലെങ്ത് എന്നിരിക്കട്ടെ. ഇപ്പോൾ ഈ ഭാഗത്ത് കോൺട്രാക്ഷൻ നടന്നു, ഇവിടെ കോൺട്രാക്ഷൻ നടന്ന് മൊത്തത്തിൽ 9 അല്ലേ, മൊത്തത്തിൽ 9 മീറ്ററാണ് ലെങ്ത് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചേക്കണം. ഇപ്പോൾ ഇവിടെ കോൺട്രാക്ഷൻ നടന്ന് ഇതൊരു 1 മീറ്ററായി മാറി എന്നിരിക്കട്ടെ. ഈ ഭാഗം 3ൻ്റെ സ്ഥാനത്ത് 1 മീറ്ററായി മാറി. ഇപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 7 മീറ്റർ അല്ലേ. 9 മീറ്ററിൽ നിന്ന് 2 മീറ്റർ ചുരുങ്ങി. 7 മീറ്ററായിട്ട് ചുരുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ഇവിടെ കോൺട്രാക്ഷൻ നടന്നതെന്ന് വെച്ചാൽ ഇവിടെ റിലാക്സേഷൻ നടക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം ഇച്ചിരി അങ്ങ് റിലാക്സ്ഡ് ആവും. അവിടെ 2 മീറ്റർ കൂടുതൽ റിലാക്സേഷൻ നടക്കും. അപ്പോൾ ഇവിടുത്തെ വീതി ഇച്ചിരി കൂടും എന്ന് സാരം. ഇവിടുത്തെ എത്ര കുറഞ്ഞിട്ടുണ്ടോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇവിടുത്തെ വീതി കൂടുന്നു. ഐ ബാൻഡിൻ്റെ അവിടുത്തെ വീതി കൂടുന്നു. അങ്ങനെ വീതി കൂടുന്ന ഭാഗത്ത് ആണ് റിലാക്സേഷൻ നടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. കോൺട്രാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് മൊത്തത്തിൽ സാർക്കോമിയറിൻ്റെ ആ ഭാഗത്തുള്ള സാർക്കോമിയറിൻ്റെ ലെങ്ത്തിന് എന്താ പറ്റുന്നത്? കുഞ്ഞാകുന്നു. കോൺട്രാക്ഷൻ നടക്കുന്ന സ്ഥലത്ത് സാർക്കോമിയറിൻ്റെ ലെങ്ത്ത് കുഞ്ഞാവുന്നു. റിലാക്സേഷൻ നടക്കുന്ന സ്ഥലത്ത് സാർക്കോമിയറിൻ്റെ ലെങ്ത്ത് കൂടുന്നു. ദിസ് ഇസ് ഹൗ contraction and relaxation is happening, and the point we must note is ഇത് എപ്പോഴും എന്താ ഒരു സെറ്റ് ഓഫ് മസിൽസിലായിരിക്കും ഓപ്പറേഷൻ നടക്കുന്നത്. ഒരു സൈഡ് കോൺട്രാക്റ്റ് ചെയ്താൽ അതിൻ്റെ തൊട്ടപ്പുറമുള്ള സെറ്റ് ഓഫ് മസിൽ ഇറ്റ് വിൽ റിലാക്സ്. അങ്ങനെ ആയിട്ട് അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാ? ചുമ്മാ അങ്ങ് കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കോൺട്രാക്ഷന് ഉള്ള സിഗ്നൽസൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നെർവ്സൊക്കെ മസിൽസിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ നെർവ്സ് വഴിയാണ് അതിന് വേണ്ട സിഗ്നൽസ് എത്തുന്നത്. ഇനി ഡൈനാമിക് സ്ട്രെച്ച് റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ടേം, എൻ്റെ ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഡൈനാമിക് സ്ട്രെച്ച് റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ടേം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനാമിക് സ്ട്രെച്ച് റിഫ്ലെക്സ്. When a muscle fiber is contracted, the effects of the muscle spindle becomes inhibited. എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഒരു സെറ്റ് ഓഫ് മസിൽസ് വെൻ ദേ ആർ അണ്ടർഗോയിങ് കോൺട്രാക്ഷൻ, വേറൊരു സെറ്റിന് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിഫ്ലെക്സ് ആക്ഷൻ അതിൽ കയറി വരികയാണ്. ഓക്കെ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. യു ക്യാൻ റീഡ് ത്രൂ ദാറ്റ്. ഓക്കെ, അതുപോലെ സഡൻ ആയിട്ടുള്ള റിഫ്ലെക്സ് ആക്ഷൻസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെർവ്സ് വഴി അതാത് മസിൽസിലേക്ക് ആയിരിക്കില്ല സിഗ്നൽസ്. സാധാരണ എങ്ങനെയാണ് സിഗ്നൽസ് ട്രാൻസ്മിറ്റഡ് ആവുന്നത്? ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജസ് നെർവ്സ് വഴി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയ നെർവ്സ് വഴി ഇപ്പോൾ കയ്യിലേക്കാണ് എത്തിക്കേണ്ടതെങ്കിൽ കൈയിൻ്റെ മസിൽസിലേക്ക് ചെന്നെത്തുന്നു. അങ്ങനെയാണ് എൻ്റെ റൂട്ട്. പിന്നെ കൈ ആ പറഞ്ഞ ആക്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മസിൽസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നെർവ്സ് തിരിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് ആ സിഗ്നൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ
ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ്. അതാണ് നോർമൽ റൂട്ട്. റിഫ്ലെക്സ് ആക്ഷൻ്റെ സമയത്താണെങ്കിലോ നമ്മൾ അറിയാണ്ട് കുക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് കൈ പൊള്ളി, നമ്മൾ കുറേ സമയം എടുത്താണോ കൈ തിരിച്ച് വലിക്കണേ? ഇല്ല, പൊടുന്നനെ പെട്ടെന്ന് വലിക്കും അല്ലേ? നമുക്ക് ചൂടടിച്ച് അപ്പം തന്നെ വലിക്കും. അപ്പോൾ റിഫ്ലെക്സ് ആക്ഷനാണ് നടക്കുന്നത്. ചൂടടിക്കുന്ന ആ മാത്രയിൽ തന്നെ നമ്മുടെ കൈ നമ്മൾ വലിച്ചെടുക്കും അല്ലേ? അപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ നടക്കണം. അപ്പോൾ നോർമൽ റൂട്ടിലൂടെ ആയിരിക്കില്ല നെർവ്സിലൂടെ മസിൽസ് പോകുന്നത്. നെർവ്സിലൂടെ തന്നെയാണ് പോകുന്നത്, പക്ഷെ നോർമൽ ബ്രെയിനിൽ നിന്ന് ഇങ്ങനെ ഓരോരോ നോർമൽ റൂട്ടിൽ കൂടെ കയറാണ്ട് നേരെ നമ്മുടെ സ്പൈനൽ സിസ്റ്റം അല്ലേ, സ്പൈനൽ കോഡ്, നട്ടലിൻ്റെ അവിടെ നിന്നുള്ള നെർവ്സ് ആയിരിക്കും പെട്ടെന്ന് ഇതിനുള്ള സ്റ്റിമുലസ്, ഇതിനുള്ള മെസ്സേജ് കൊടുക്കുന്നത് നട്ടലിൻ്റെ അവിടെ നിന്നായിരിക്കും. പെട്ടെന്ന് കൈയാണ് വലിക്കണമെങ്കിൽ കൈൻ്റെ അങ്ങോട്ട് പെട്ടെന്ന് സ്റ്റിമുലസ് കൊടുത്ത് നമ്മളെ കൊണ്ട് കൈ വലിപ്പിക്കുന്നത് സ്പൈനൽ കോഡിൻ്റെ അവിടെ നിന്ന് ആണ് പോകുന്നത്. അല്ലാണ്ട് നേരിട്ട് തലേന്ന് പതുക്കെ മെസ്സേജ് വരാൻ സമയമെടുക്കും. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു. അതും ഈ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്നതാണ്. Now on to the major effects of exercise on the muscular system ആണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ്? സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് എപ്പോഴും പറയുന്ന പോലെ ഇവിടെയും പറയുന്നത്. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ നമ്പർ കൂടുതലായിരിക്കും. മൈറ്റോകോൺട്രിയ കൂടുതലാണെന്ന് വെച്ചാൽ എനർജി പ്രൊഡക്ഷൻ കൂടുതലാണ്. നെക്സ്റ്റ്, ഇവരുടെ മസിൽസും സ്ഥിരമായിട്ട് എക്സസൈസസ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന വ്യക്തികളുടെ മസിൽസ്, ബോൺസ്, ലിഗമെൻറ്റ്സ് എല്ലാം സ്ട്രോങ്ങർ ആയിരിക്കും. അത് കാരണം അവർക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയാലും ദേ ആർ ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ഇൻ എ ബെറ്റർ വേ. ഏത് സിസ്റ്റത്തിൻ്റെ കാര്യമാണെങ്കിലും സ്ട്രെസ്സ് ബെറ്റർ വേയിൽ ഫേസ് ചെയ്യാനാണ് എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എനേബിൾ ആക്കുന്നത്. നെക്സ്റ്റ്, മയോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ. അതും എന്താണ്? ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്യുന്നൊരു പ്രോട്ടീൻ. നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പോലെ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു ഗ്ലോബ്യൂളുണ്ട്, ഒരു പ്രോട്ടീനുണ്ട്. അതിനെ കാണുന്ന സ്കെലറ്റൽ മസിലിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ അളവും കൂടുന്നുണ്ട്. ഓക്സിജൻ സൂക്ഷിച്ചു വെക്കലാണ് അതിൻ്റെയും പണി. അതിൻ്റെ അളവും കൂടി വരുന്നു. അപ്പോൾ മസിൽസിന് കൂടുതൽ ഓക്സിജൻ അവൈലബിൾ ആകുന്നു. പിന്നെ ഗ്ലൈക്കോജൻ സ്റ്റോക്ക് ചെയ്ത് വെക്കണതിൻ്റെ അളവ് കൂടുന്നു. ഗ്ലൈക്കോജൻ എന്തിനാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്? ഗ്ലൂക്കോസ് കൂടുതലുള്ള സമയത്ത് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ. കഴിക്കുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ പൊട്ടിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഗ്ലൂക്കോസ് ഉപയോഗിച്ചാണ് നമ്മുടെ സെൽസ് ഓരോന്ന് ഫങ്ഷൻ ചെയ്യണത്. അധികപ്പറ്റുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലേക്ക് മാറ്റിയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. സാധാരണ ഗതിയിൽ മെയിനായിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ലിവർ എന്ന ഓർഗനിലായിരിക്കും. ഓക്കെ, പിന്നെ കുറച്ചൊരു ശതമാനം മസിൽ സെൽസിലും സ്റ്റോക്ക് ചെയ്തു. ഏറ്റവും കൂടുതൽ ലിവറിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത്, കുറച്ച് മസിൽ സെൽസിലും സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താ? ഗ്ലൂക്കോസിൻ്റെ അഭാവം അല്ലെങ്കിൽ ശരീരത്തിന് ന്യൂട്രിയൻസ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും ആദ്യം ബോഡി യൂട്ടിലൈസ് ചെയ്യണത് ഈ പറഞ്ഞ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണ ഗ്ലൈക്കോജനെ ആയിരിക്കും. അപ്പോൾ മസിലിൽ ഈ ഗ്ലൈക്കോജൻ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ആ സെൽസ് ഫങ്ഷൻ ചെയ്യുവാൻ ആവശ്യത്തിന് ആ ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ട ഗ്ലൂക്കോസ് കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും വാട്ട് ഡസ് ഇറ്റ് ഡു? അത് ഓടിച്ചെന്താ അതിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണം ഗ്ലൈക്കോജനെ ഉപയോഗിച്ച് ആ പരിപാടി അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. എയറോബിക് തന്നെയാണ്, ഗ്ലൈക്കോജനെ ഉപയോഗിച്ച് ആ ആക്ടിവിറ്റി അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ മസിലിൽ ഗ്ലൈക്കോജൻ ഡെപ്പോസിറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻ സ്റ്റോക്ക് അവരുടെ കയ്യിൽ ഉണ്ട്. കുറച്ചുകൂടെ ആക്ടിവിറ്റി വർക്ക് പെർഫോം ചെയ്യാനുള്ള എനർജി അവരുടെ കയ്യിലുണ്ടെന്ന് സാരം. ഇനി പിന്നെ എന്താ ലാസ്റ്റ് ഇമ്പാക്റ്റ് എന്താണ്? എൻസൈംസ്. ഇതെല്ലാം ഏത് ഫങ്ഷൻസ് നടക്കണമെങ്കിലും ബോഡിയിലെ ഏത് ഫങ്ഷൻസ് നടക്കണമെങ്കിലും ബയോകെമിക്കൽ റിയാക്ഷൻസാണ് നടക്കുന്നത്. അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കാനായിട്ട് സ്പീഡപ്പ് ചെയ്യാനായിട്ട് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് എല്ലാം അതിൻ്റെ അളവും കോൺസെൻട്രേഷനും ഒക്കെ കൂടുന്നു. സോ ദാറ്റ് മെറ്റബോളിക് റിയാക്ഷൻസ് വളരെ എഫിഷ്യൻ്റായിട്ട് നടക്കാൻ ഈ എൻസൈംസിൻ്റെ അളവും കോൺസെൻട്രേഷനും കൂടുന്നു ആരിൽ? സ്ഥിരമായിട്ട് എക്സസൈസിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് വാസ് ടോൾഡ്. താങ്ക് യു. അപ്പോൾ ഈ ഞാൻ ഇട്ടേക്കുന്ന ഫിഗർ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇട്ടേക്കണതാണ്. വേണമെങ്കിൽ യു ക്യാൻ ഡ്രോ ഇറ്റ് അപ്പ്. ഞാൻ ഇതിൻ്റെ പടവും ഞാൻ ഗൂഗിൾ ക്ലാസ്സിൽ ഇട്ടേക്കാം. ഓക്കെ,
ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങൾ ഷോർട്ടണിങ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്കീമാറ്റിക് ഡയഗ്രം ഞാൻ വരച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ക്ലാസ്സിലിടില്ല, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഫോർ ദ എക്സാം പർപ്പസ് ഇതൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ഇതും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ്. ഓരോന്നിൻ്റെ ഉള്ളിൽ, ഒരു മസിലിൻ്റെ ഉള്ളിൽ നിറയെ മസിൽ ഫൈബേഴ്സ് ഉണ്ട്, മസിൽ ഫൈബർ ബണ്ടിൽസ് ഉണ്ട്, മസിൽ ഫൈബർ ബണ്ടിൽസിനുള്ളിൽ നിറയെ മസിൽ ഫൈബർ, അങ്ങനെ റിട്ടൺ ആയിട്ട് കാണിച്ചാൽ മതി. യു ഡോണ്ട് ഹാവ് ടു ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ. ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേ വേണ്ട. ആകെ ഇവിടെ നിങ്ങൾ റിട്ടൺ ആയിട്ട് എഴുതേണ്ടത് എന്താ, കോൺട്രാക്ഷൻ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊട്ടപ്പുറമുള്ള ഒരു സെറ്റ് ഓഫ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന സെറ്റ് ഓഫ് മസിൽസിന് റിലാക്സേഷൻ നടക്കുന്നു എന്ന കാര്യം മാത്രമാണ് പറയേണ്ടത്. പിന്നെ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ സാർക്കോമിയർ എന്ന് പറഞ്ഞ മസിലിൻ്റെ ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ഷോർട്ടനിങ് ആണ് നടക്കുന്നത്. ഇത്രയും മാത്രം എഴുതിയാൽ മതി ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. You don't have to explain all these things. Okay? Hope you understood. Thank you.